الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അറിഞ്ഞും ദൃഷ്ടാന്തങ്ങളെ കണ്ടും കേട്ടും ചിന്തിച്ചും മനസ്സിലാക്കിയും മുഅ്മിനായി മുത്തഖിയായി ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. മുസ്ലിം ലോകത്ത് നിന്ന് അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിച്ച ലക്ഷോപിലക്ഷം ജനങ്ങൾ ഭൂമിയിലെ എല്ലാവരാലും അറിയപ്പെടുന്ന ഏതു ഭാഗത്തു നിന്നും എത്തിപ്പെടാവുന്ന സൗകര്യത്തിലുള്ള അള്ളാഹുവിൻ്റെ ഭവനമെന്ന് അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ കഅബയെ ലക്ഷ്യം വെച്ചുകൊണ്ട് മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട് തീർത്ഥാടന യാത്ര ആരംഭിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ഇവിടെ നിന്ന് നമ്മളൊരു ചോദ്യം ചോദിക്കുന്നു, എന്തുകൊണ്ട് ഹജ്ജ് യാത്ര, എന്തുകൊണ്ട് കഅബ? പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത ചോദിച്ചിട്ടില്ലാത്ത ഒരു ചിന്തയായിരിക്കണം. ഇനി ആരെങ്കിലും ചോദിച്ചാലോ നമ്മളെന്തു പറയും? എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടേതായ തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. ഇസ്ലാമിന്റെ തീർത്ഥാടന കേന്ദ്രം മക്കയാണ്. ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികളൊക്കെ, അതേപോലെ ആ ഭാഗങ്ങളിലൊക്കെ ഉള്ളവർ ശബരിമലയിലേക്ക് പോകുന്നത് പോലെ മുസ്ലിങ്ങൾ അവരുടെ തീർത്ഥാടന കേന്ദ്രമായി ഒന്ന് തെരഞ്ഞെടുത്തു, അത് അങ്ങോട്ട് പോകുന്നു എന്നതാണ് പലപ്പോഴും ഒരു കേവല മുസ്ലിമിന്റെ പോലും മറുപടി അഥവാ അവന്റെ അറിവ്. ഇവിടെ നിന്നാണ് നമ്മൾ ഒരു അന്വേഷണം ആരംഭിക്കുന്നത്.
ലോകത്ത് ലക്ഷോപിലക്ഷം തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട് മനുഷ്യർക്ക്. മനുഷ്യന് അവന്റെ വികാരങ്ങളിലെ അലിഞ്ഞു ചേർന്ന ഒരു ദാഹമാണ് അവൻ നിൽക്കുന്ന ഭൂമികയിൽ നിന്ന് പുണ്യം തേടി മറ്റെവിടെയെങ്കിലും എന്നും കണ്ടും കേട്ടും പരിചയവുമുള്ള ഇടങ്ങൾ മാറി ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിപ്പെടുകയും അവിടെ സമയം ചെലവഴിക്കുകയും ഒക്കെ ചെയ്യുക എന്നത് ഒരു മനുഷ്യന്റെ ദാഹമാണ്. ആ ഒരു ദാഹത്തിന്റെ ഭാഗമായി പല ഭാഗത്തും പല ആളുകളും പല നിമിത്തങ്ങൾ മുഖേന തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ട്. ഇസ്ലാമിലും അതുപോലൊരു കേന്ദ്രമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചതനുസരിച്ച് കൊണ്ട് മക്ക അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് പോവുകയാണ്. അത് മാത്രമാണ് ഒരു സാന്ദർഭികമായ ഒരു മനുഷ്യരുടെ എല്ലാ ആളുകൾക്കും ഉള്ളതുപോലെ ഒന്ന് എന്ന അർത്ഥത്തിലുള്ള ഒരു നിർണയമാണോ കഅബ, അതല്ലെങ്കിൽ ഹജ്ജ്? അതല്ല. അതിന്റെ പിന്നിൽ എന്തെന്നില്ലാത്ത ദൈവികമായ മനുഷ്യ ബുദ്ധിയെപ്പോലും തളർത്തിക്കളയുന്ന, കീഴ്പ്പെടുത്തിക്കളയുന്ന നിർണയവും ആസൂത്രണവുമുള്ള ഇതര തീർത്ഥാടന കേന്ദ്രങ്ങളുടെ കാര്യകാരണങ്ങളെ അതിജയിച്ചു കളയുന്ന വല്ല ദൃഷ്ടാന്തങ്ങളും ഒളിഞ്ഞു കിടക്കുന്നതാണോ മക്ക? ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ എന്ന് ഏറ്റവും ചുരുങ്ങിയത് മനസ്സിലാക്കേണ്ടത് നമ്മളാണ്, വിശ്വാസികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഈ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രതിപാദനങ്ങൾ നടത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയ പ്രതിപാദനങ്ങളിൽ ഏറ്റവും ചിന്തനീയമായ ഒരു പ്രതിപാദനം മനുഷ്യ ദിശണയെ, മനുഷ്യ ചരിത്രത്തിന്റെ അന്വേഷണത്തെ ഏറ്റവും കൂടുതൽ സജീവമാക്കുന്ന ഒരു വെല്ലുവിളിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളുടെ തീർത്ഥാടന കേന്ദ്രമായി നിശ്ചയിച്ച മക്കയെക്കുറിച്ച്, കഅബയെക്കുറിച്ച് അല്ലാഹു പറഞ്ഞത്. മനുഷ്യരുടെ മുമ്പിലുള്ള ഒരു വെല്ലുവിളിയാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്. അതൊരു വല്ലാത്ത പ്രയോഗമാണ്. ഒരു കേവലമായ മനുഷ്യന്റെ തീർത്ഥയാത്രക്കുള്ള ദാഹം തീർക്കുന്ന ഒരു കേന്ദ്രം ചൂണ്ടിക്കാണിച്ചു തന്നു എന്നത് മാത്രമല്ല കഅബ. മനുഷ്യരുടെ സൃഷ്ടാവിന്റെ മതമനുസരിക്കുന്ന മുസ്ലിമീങ്ങൾ, ദൈവത്തിന്, അള്ളാഹുവിന്, പ്രപഞ്ച സൃഷ്ടാവിന് സമർപ്പണം നടത്തുന്ന മുസ്ലിമീങ്ങൾ ആ സൃഷ്ടാവിന്റെ മതം അനുശാസിക്കുന്നതിന്റെ പേരിൽ ആ സൃഷ്ടാവ് അവർക്ക് നിർണയിച്ചു കൊടുത്ത തീർത്ഥാടന കേന്ദ്രത്തിന്റെ ആ ചൂണ്ടുപലകക്ക് ഒരു അപാരമായ കാരണമുണ്ട് വിശ്വാസികളെ. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്. ഏതെങ്കിലും ഒരു പ്രവാചകനോ ഒരു പുണ്യപുരുഷനോ അവരുടെ നീണ്ട പ്രബോധന യാത്രയിലോ സന്യാസ ജീവിതത്തിലോ ഒടുക്കപ്പെട്ടവിടെ മരിച്ചു വീണ് അവരുടെ സമാധിയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമല്ല മക്ക. മറിച്ച് മാനവ കുലത്തിന്, മനുഷ്യവംശത്തിന് വേണ്ടി ആദ്യമായി ഉയർത്തപ്പെട്ട ആരാധനാ കേന്ദ്രമാണ് ബക്കയിൽ നിലനിൽക്കുന്നതായ ആ കേന്ദ്രം, ആ ഗേഹം. മനുഷ്യ ചരിത്രത്തിൽ ദൈവത്തിനെ, സൃഷ്ടാവിനെ ആരാധിക്കാൻ വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട, നമ്മുടെ ഭാഷയിൽ പറയുന്ന പള്ളി ബൈത്തുല്ലാ. അതുവരെ ബൈത്ത് എന്ന പ്രയോഗം മനുഷ്യർ മാത്രം വസിക്കുന്ന, അവരുടെ സ്വകാര്യതകളെ ഉറക്കിക്കിടത്തുന്ന ഗേഹത്തിന് പ്രയോഗിച്ചിരുന്ന ഒരു പ്രയോഗമായിരുന്നു. എന്നാൽ അള്ളാഹുവിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ട് ആരാധനക്ക് വേണ്ടിയും തവാഫ് ചെയ്യാൻ വേണ്ടിയും പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടിയും വേണ്ടി മാത്രമായി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഒരു ഭവനമാണ്, ഒരു കേന്ദ്രമാണ്, ഒരെടുപ്പാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബക്കയിൽ നിർണയിക്കുന്നത്. ആ നിർണയം, ആ ബക്ക, അതുകൊണ്ട് അവിടെ എന്താ ഉള്ളത്? മുബാറക്കൻ. ഒന്ന്, അത് മുബാറക്കാണ്, അനുഗ്രഹീതമാണ്, അനുഗ്രഹങ്ങളുടെ കേദാരമാക്കി അള്ളാഹു നിർമ്മിച്ചതാണത്. മാനവ കുലത്തിന് വേണ്ടി തീർന്നില്ല, വഹുദൻ ലിൽ ആലമീൻ. ലോകർക്ക് മാർഗദർശനത്തിന്റെ പ്രഭവ കേന്ദ്രമാണത്. ആലം, അതൊരു വല്ലാത്ത പ്രയോഗമാണ്. ഈ ഭവനം ഉണ്ടാക്കുന്നത് എപ്പോഴാണ് നമുക്കറിയാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഇറാഖിൽ നിന്നുള്ള ഒരു യാത്രയാണ്
അപാരമായ ആസൂത്രണത്തോടു കൂടിയുള്ള ഒരു യാത്രയിൽ നിന്നല്ലേ മക്ക വരുന്നത്. ആ യാത്രക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്, ഇറാഖിൽ ജീവിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തന്റെ ഭാര്യയെയും കൈക്കുഞ്ഞിനെയും അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാനുള്ള നിർദ്ദേശം വരുന്നു. ഭൂമിയുടെ ഏത് കോണിലേക്കാണ് യാത്ര പോകേണ്ടത്? എവിടേക്കും പോകാം. പച്ചിലയും പച്ചവെള്ളമുള്ളയിടത്തൊക്കെയും പച്ചിലയുണ്ടാകുകയും പച്ചിലയുള്ളയിടത്തൊക്കെയും മനുഷ്യവാസം ഉണ്ടാവുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു പെണ്ണിനും ഒരു കൈക്കുഞ്ഞിനും ജീവിക്കാൻ ഈ ലോകത്തിൽ ഏത് ഭാഗത്തേക്കും പോകാം. ആ നിൽക്കുന്ന പ്രദേശത്ത് നിന്ന് ഒന്ന് മാറി താമസിക്കണമെന്നേ ഉള്ളൂ. എങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്ക കടക്കാക്കി പോകുന്നു? ഇബ്രാഹിമിന് അന്ന് പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മക്ക അറിയില്ലല്ലോ. അന്ന് മക്ക ചരിത്രത്തിലില്ല. എന്തുകൊണ്ടില്ല? അവിടെ ഒരു തുള്ളി പച്ചവെള്ളത്തിന്റെ സാധ്യതകളില്ല. അതുകൊണ്ട് തന്നെ ഒരു പച്ച ഇല അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യവാസത്തിന്റെ ഒരു ഗന്ധം പോലും ഇല്ലാത്ത, ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു മരുക്കഷ്ണം, ആ മരുക്കഷ്ണത്തിലേക്ക് തന്നെ യാത്ര പോകണമെന്ന് ആര് തീരുമാനിച്ചു? എന്തുകൊണ്ട് തീരുമാനിച്ചു? അതെ, അവിടെ നിന്ന് ആരംഭിക്കാനുണ്ട് ഒരു മാനവ കുലത്തിന്റെ ഒരു കേന്ദ്രീകൃത സംസ്കാരത്തിന്റെ ആസ്ഥാനം. അവിടെ നിന്ന് ആരംഭിക്കാനുണ്ട് ഒരു പുതിയ ചരിത്രത്തിന്റെ തുടർ പേജുകളിലേക്കുള്ള ഖനനം. അതെ, അത് തന്നെയാണ് ആ തീരുമാനം. അല്ലാതെ അപ്രതീക്ഷിതമായ ഒരു യാത്ര എത്തിപ്പെട്ടയിടത്ത് നിർത്തി തിരിച്ചു പോകുന്നതല്ല. നിങ്ങൾക്കറിയുമോ? നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ഒരു പ്രത്യേക സ്ഥലത്ത് ഭാര്യയെയും കുഞ്ഞിനെയും നിർത്തുന്നു. എന്തടിസ്ഥാനത്തിലാണ് ആളില്ലാത്തൊരു സ്ഥലത്ത് നിർത്തുന്നത്? ഭാര്യ ചോദിക്കുന്നു, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നിങ്ങൾക്ക് കാണാം, ഇബ്രാഹിമിനോട് ചോദിക്കുന്നു, നിങ്ങൾ എങ്ങോട്ടാണ്? യാ ഇബ്രാഹിം ഐന തദ്ഹബു വതത്രുകുനാ ഹുനാ, ഞങ്ങളെ ഇവിടെ വിക്ഷേപിച്ചുകൊണ്ട് ഇബ്രാഹിമേ നീ എങ്ങോട്ടാണ് ഈ പോകുന്നത്? നീ എങ്ങോട്ടാണ് ഈ പോകുന്നത്? വതറക്നാ ഫീ ഹാദൽ വാദി അല്ലദീ ലൈസ ബിഹി ഇൻസുൻ വലാ ഷൈ, മനുഷ്യനോ ഒരു വസ്തുക്കളോ പോലും ഇല്ലാത്ത ഈ തായ്വരയിൽ വിട്ട് നീ എങ്ങോട്ടാ പോകുന്നത്? ഇബ്രാഹിം ഒന്നും പറയുന്നില്ല. 3 പ്രാവശ്യം ആവർത്തിച്ചു ചോദിച്ചു, തിരിഞ്ഞു നോക്കിയില്ല ഇബ്രാഹിം. അവസാനം ഹാജറ ചോദിക്കുന്നുണ്ട്, അല്ലാഹു അമറക ബിഹാദാ, അല്ലയോ ഇബ്രാഹിമേ, നിന്റെ റബ്ബാണോ അല്ലാഹുവാണോ നിന്നോട് ഇത് കൽപ്പിച്ചത്? ഈ ഭവനം, ഈ സ്ഥലം നിർണയിച്ചു തന്നത്, ഇവിടെ ഞങ്ങളെ വിട്ടേച്ചു പോകാൻ? അപ്പോൾ മാത്രമാണ് ഇബ്രാഹിം തല കുലുക്കിയത്. അതെ, നഅം. അപ്പോയോ ഹാജർ പറഞ്ഞൊരു മറുപടിയുണ്ട്, അങ്ങനെയെങ്കിൽ നീ പോയിക്കോ. ലാ യുവയ്യഅനാ, ആ പടച്ച റബ്ബ് ഞങ്ങൾ ഒഴിവാക്കുകയില്ല. അവിടെ നിന്നല്ലേ വെള്ളമുണ്ടാകുന്നത്, അവിടെയല്ലേ സംസം വരുന്നത്, അവിടെ നിന്നല്ലേ ആൾതാമസം. അങ്ങ് മുകളിലുള്ള തായിഫിന്റെ ഭാഗങ്ങളിൽ നിന്ന് പക്ഷികൾ പറക്കുന്നത് കണ്ട് ആളുകൾ ഇറങ്ങി നോക്കിയത്, ഒരു പെണ്ണിനെയും ഒരു കുഞ്ഞിനെയും കണ്ടത്, അവർ വെള്ളത്തടാകത്തിനടുത്ത് ഞങ്ങളൊന്ന് കുന്നിറങ്ങി വന്ന് താമസിച്ചോട്ടെ എന്ന് ചോദിച്ചത്, അങ്ങനെയല്ലേ അവിടെ കനാൻ ഗോത്രം ഉണ്ടാകുന്നത്. അവിടെ നിന്നല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകൻ ഹാജറയും മകൻ ഇസ്മായിലും അവിടെ വളരുന്നത്. അവർ ഉയർന്ന് ഒന്ന് ചെറുപ്പക്കാരനായ ശേഷമല്ലേ അവിടെ അള്ളാഹുവിന്റെ ഭവനം ഉണ്ടാകുന്നത്. ആ ഭവനം ഉണ്ടാകുന്നതിന്റെ പിന്നിലെ ആസൂത്രണം എന്താ? ആ ഭവനം ഉണ്ടാകുന്നതിന്റെ പിന്നിലെ ആസൂത്രണത്തെ കുറിച്ച് അള്ളാഹു എന്താ പറഞ്ഞത്? നിങ്ങൾ നോക്കൂ, അള്ളാഹു പറയുന്നു, ഇത് ബവ്വഇനാ ലിഇബ്രാഹീമ മകാനൽ ബൈത്ത്, ഇബ്രാഹീമിന് നാം ആകുന്നു ആ ഗേഹത്തിന്റെ സ്ഥലം നിർണയിച്ചു കൊടുത്തത്. സൈറ്റ് സെലക്ഷൻ അത് അപ്രതീക്ഷിതമായി ഉണ്ടായതല്ല. ലോകത്ത് കാണുന്ന കോടാനുകോടി തീർത്ഥാടന കേന്ദ്രങ്ങൾക്ക് പകരം മുസ്ലിങ്ങളുടെ ദാഹം തീർക്കാൻ വേണ്ടി അപ്രതീക്ഷിതമായി ഉയർന്നു വന്നതല്ല. ഇത് ബവ്വഇനാ ലിഇബ്രാഹീമ മകാനൽ ബൈത്ത് അല്ലാ തുശ്രിക ബി ശൈആ വതഖിർ ബൈതിയ ലിത്തായിഫീന വൽഖായിമീന വറുക്അഇസ് സുജൂദ്. അതെ, എനിക്കോടൊന്നിനോടും ശിർക്ക് ചെയ്യാതെ ആളുകൾ എന്നെ ആരാധിക്കാൻ വേണ്ടി ആ ഭവനത്തിന്റെ ഗേഹത്തിന്റെ സ്ഥലം നിർണയിച്ചു കൊടുത്തവൻ. ആ സന്ദർഭത്തെ നിങ്ങൾ ഓർത്തു നോക്കുക. അങ്ങനെ നാം അവനോട് കൽപ്പിച്ചു, എന്റെ ഭവനം തവാഫ് ചെയ്യുന്നവർക്കും നമസ്കരിക്കുന്നവർക്കും റുക്ഉ സുജൂദ് ചെയ്ത് ആരാധനയിൽ അർപ്പിക്കപ്പെടുന്ന ആളുകൾക്കും വേണ്ടി നീ ശുദ്ധിയാക്കി വെക്കുക. തീർന്നില്ല. ആ ഭവനത്തിന്റെ പിന്നിൽ എനിക്ക് മറ്റൊരു ലക്ഷ്യമുണ്ട്. ലോകം മുഴുവൻ സൂര്യൻ ഉദിച്ചാൽ ലോകത്തിന്റെ സർവ്വ കോണുകളിലും എങ്ങനെ ഒരുപോലെ പ്രകാശം പരത്തപ്പെടുന്നുവോ അതുപോലെ അള്ളാഹുവിന്റെ മതത്തിന്റെ പ്രകാശം പരത്താവുന്ന ഒരു ഉദയ കേന്ദ്രം എന്ന പോലെ ആ ലോകം അവിടെ ഉണ്ടാവേണ്ടതുണ്ട്.
അതിലേക്ക് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകൾ അവിടെ വരേണ്ടതുണ്ട്. അവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് അവിടെ. അതുകൊണ്ട് നീ ആളുകളോട് ഹജ്ജിന് തീർത്ഥയാത്ര ചെയ്ത് അങ്ങോട്ട് യാത്ര ചെയ്തു വരാൻ പറയുക. അവർ വാഹനപ്പുറത്ത് നടന്നുകൊണ്ടും ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന്, നിങ്ങൾ നോക്കണം, ലോകക്രമം, ആഗോളഭരതം, ഒരു ഗ്ലോബലൈസേഷൻ ചിന്ത മനുഷ്യന്റെ മനസ്സിൽ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാലഘട്ടത്തിലാ അള്ളാഹ് പറയുന്നത്. ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് മനുഷ്യർ അവിടേക്ക് വരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ സ്ഥലം നിർണയിച്ചത്. ഇന്ന് നിങ്ങൾ ഇന്റർനെറ്റിൽ പോയാൽ നിങ്ങൾക്ക് കഅബയെ കുറിച്ചുള്ള ഭൂമിശാസ്ത്രപരമായ അതിന്റെ സ്ഥാന നിർണയത്തെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. എനിക്ക് ഭൂമിശാസ്ത്രപരമായി കൂടുതൽ അതിന്റെ സാങ്കേതിക പദങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് ഞാൻ അത് കൂടുതൽ ശ്രദ്ധിച്ചില്ല. അത് ഒരുപാട് തലങ്ങളിൽ ഭൂമിയുടെ പോലും ഖുറത്തുൽ അർളിന്റെ കേന്ദ്രമാണ് എന്ന് പറയുന്ന ഒരുപാട് ഗവേഷകന്മാരുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഗേഹത്തിനെ പല നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമാക്കിയിട്ടുണ്ട്. അതിന് അല്ലാഹുവിന് ചില ലക്ഷ്യങ്ങളുണ്ട്. അതിലൊന്ന് വഹുദൽ ലിൽ ആലമീൻ, ലോകർക്ക് മാർഗദർശനമുണ്ട് അവിടെ. അതുകൊണ്ട് അവർ അവിടെ വരണം. നമ്മുടെ ചോദ്യം എന്താണ്? അല്ലാഹുവിനെ ആരാധിക്കുക എന്നത് മാത്രമാണോ മനുഷ്യരെ അവിടേക്ക് വിളിച്ചു വരുത്തിയതിന്റെ ലക്ഷ്യം? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞാലും എന്റെ മുഖം നിങ്ങൾക്ക് കാണാൻ, എന്റെ മുഖമുണ്ട് എന്ന ആരാധനയെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്. പള്ളി പോലും പറഞ്ഞ റസൂൽ പറഞ്ഞെന്താ? റസൂൽ പറഞ്ഞത് എനിക്ക് മാത്രം നൽകപ്പെട്ട പ്രത്യേകതകളിൽ ഒന്ന് എവിടെയാണെങ്കിലും ഭൂമിയിൽ എവിടെ വെച്ച് നിങ്ങൾക്ക് നിസ്കരിക്കാം. കാരണം ഭൂമി മുഴുവനും എനിക്ക് പള്ളിയാക്കിയിട്ടുണ്ടല്ല, ശുദ്ധിയാക്കിയിട്ടുണ്ട്. സമയമായി ഞങ്ങൾ നിസ്കരിച്ചോളീന. അപ്പൊ വെറും കേവലം ആരാധനക്ക് വേണ്ടി മാത്രമാണോ അള്ളാഹു മനുഷ്യരെ അവിടേക്ക് വിളിച്ചു വരുത്തിയത്? ഈ ആയത്തിൽ എന്താ അള്ളാഹ് പറഞ്ഞത്? സാധ്യമാകുന്ന ആളുകൾ അവിടേക്ക് തീർത്ഥയാത്ര വരട്ടെ, മനുഷ്യരുടെ മേൽ ബാധ്യതയാണത് എന്നാണ്. മനുഷ്യരുടെ മേൽ ബാധ്യതയാണ്. കാരണം അള്ളാഹു പറഞ്ഞത് എന്താ? ഫീഹി ആയാത്തും ബയ്യിനാത്ത്. അതാണ് ഫീഹി ആയാത്തും ബയ്യിനാത്ത്. ഒന്ന് ഹുദൽ ലിൽ ആലമീൻ, രണ്ട് ഫീഹി ആയാത്തും ബയ്യിനാത്ത്. അവിടെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് മനുഷ്യർക്ക് കാണാൻ. കണ്ണും കാതും ഹൃദയവും തുറന്നിട്ട് വരുന്ന ആളുകൾക്ക് കാണാനും അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും ആർജിച്ചെടുക്കുവാനും ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അതിലേറ്റവും പരമപ്രദായമായ ഒരു ദൃഷ്ടാന്തമാണ് മഖാമു ഇബ്രാഹിം. ലോകം മുഴുവനും ആദരിക്കുന്ന ഒരു പ്രവാചകൻ, മനുഷ്യകുലത്തിന്റെ 2/3 ആളുകളും കേൾക്കുകയും ബഹുമാനിക്കുകയും പിന്തുടരുകയും സ്വയം അഭിമാനം നടിക്കുകയും ചെയ്യുന്ന പ്രവാചക പിതാവായി അറിയപ്പെടുന്ന ഇബ്രാഹിം പ്രവാചകൻ. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാൽപാദങ്ങളേറ്റ ആ സ്ഥലം അത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വെച്ച് ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തമാണ്. മാനവ കുലത്തിന്റെ 2/3 ആളുകളും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു മഹാനായ പ്രവാചകന്റെ കാൽപാദങ്ങളുടെ സ്പർശനമേറ്റ മണ്ണ്, അത് കാണാനാ അല്ലാഹു നിന്നെ വിളിക്കുന്നത് എന്ന് പറയുമ്പോ അതിലൊരുപാട് കാര്യങ്ങളില്ലേ. അതൊന്നു മാത്രമാണ്. അത് മാഞ്ഞു പോവാതിരിക്കാൻ, അത് മനുഷ്യന്റെ മനോമുഖരങ്ങളിൽ നിന്നും വിശ്വാസത്തിന്റെ കടുത്ത പ്രതലങ്ങളിൽ നിന്ന് പോലും തേഞ്ഞു മാഞ്ഞു പോകാതിരിക്കാൻ അല്ലാഹു പറഞ്ഞു, വത്തഖദു മഖാമ ഇബ്രാഹിമ മുസല്ല. നിങ്ങൾ ഇബ്രാഹിമിന്റെ ആ കാൽപാദമേറ്റ് നിന്ന ആ സ്ഥലത്തെ നിങ്ങൾ ഒരു നമസ്കാര കേന്ദ്രമാക്കണം. ഇന്നും ആളുകൾ എത്ര സൂക്ഷ്മമായിട്ടാണ് മഖാം ഇബ്രാഹിമിനെ പരിഗണിക്കുന്നതും പരിചരിക്കുന്നതും അവർ അത് നോക്കിക്കാണുന്നതും അവർ അവിടെ വെച്ച് നമസ്കരിക്കുന്നതുമൊക്കെ ആ മനുഷ്യകുലത്തിന്റെ മനോമുഖരങ്ങളിൽ നിന്നും വിശ്വാസ പ്രതലങ്ങളിൽ നിന്നും അത് തേഞ്ഞു പോകുന്നില്ല. അത് മാഞ്ഞു പോകാതെ അള്ളാഹു സൂക്ഷിക്കുന്നു. അവിടേക്കാണ് അള്ളാഹു ഹജ്ജിന് വേണ്ടി മനുഷ്യനെ വിളിച്ചത്. ഈ മസാബത്ത് മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞത്, ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? അതെന്താണ് ആ സ്ഥലം? അത് മസാബത്തുൽ ലിന്നാസ്, മനുഷ്യർക്കുള്ള ഒരു മനുഷ്യരുടെ കേന്ദ്രം എന്നാണ് അള്ളാഹു പറഞ്ഞത്. വഇദ് ജഅൽനൽ ബൈത മസാബത്തൻ ലിന്നാസ്. തീർന്നില്ല. നിങ്ങൾ ഓർമ്മിക്കുക മനുഷ്യരെ, നിങ്ങൾ ഓർമ്മിക്കുക. ഇത് ജഅൽനൽ ബൈത, ആ ഗേഹത്തെ നാം ആക്കി മസാബത്തൻ ലിന്നാസ്, മനുഷ്യരുടെ ദാഹം തീർക്കാനുള്ള കേന്ദ്രം, മാനവ കേന്ദ്രം.
മനുഷ്യരുടെ കേന്ദ്രം. യസൂബൂന ഇലൈഹി എന്നാണ് ചില ആളുകൾ അതിന് യസൂബൂന എന്ന് പറഞ്ഞാൽ യശ്ബഊന മിൻഹു, അവർ അതിൽ നിന്ന് ദാഹം തീർക്കുന്നു. അവരുടെ സർവ ആഗ്രഹങ്ങളെ സഫലീകരണത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ഭവനത്തിന്റെ മുമ്പിൽ നിന്ന് ആ ഭവനത്തിൽ ചെന്നുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നു. അവരുടെ പാപങ്ങളെ മുഴുവൻ കഴുകിക്കളയുന്ന ഒരു അരുവി തന്നെയാണ്, അനുഗ്രഹത്തിന്റെ അരുവിയാണ് ആ ഗേഹം. മസാബത്തുൽ ലിനാസ്. തീർന്നില്ല. ഇനി നിങ്ങൾ നോക്കി, മനുഷ്യരുടെ കേന്ദ്രം എന്നാണ് അള്ളാഹു പ്രയോഗിച്ചത്. ഇങ്ങനെ ഒരു കേന്ദ്രം ഭൂമി ശാസ്ത്രപരമായി മാനവിക ചരിത്രമറിയാവുന്ന ഏതെങ്കിലും ഒരു ലോകത്ത് എവിടെയെങ്കിലും എന്നെങ്കിലും നിലനിന്നിട്ടുണ്ടോ? ഹജ്ജിന്റെ ആ ഒരു സിസ്റ്റം നോക്കി നിങ്ങൾ. ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന്, നാനാ ജാതികളിൽ നിന്ന് മനുഷ്യന്റെ ഭാഷ, ദേശ, നിറ, പരിമിതികളെ എല്ലാം അതിജയിച്ചു കൊണ്ടുവരുന്ന ആവർത്തിക്കപ്പെടുന്ന ഒരു മനുഷ്യ സംഗമം. ഒരു വർഷത്തെ ഒരു സ്ഥലത്ത് ഒരാൾക്ക് തോന്നി എല്ലാരെയും വിളിച്ചിരുത്തിയ ഒരു മനുഷ്യക്കൂട്ടല്ല, ആവർത്തിക്കപ്പെടുന്ന ഒരു മനുഷ്യ സംഗമം. അവിടുത്തെ പ്രത്യേകത എന്താ? അവിടുത്തെ സർവ്വ അതിഥികൾക്കും ഒരു യൂണിഫോം. സർവ്വ അതിഥികൾക്കും ഒരേ ഒരു ബെഡ്സ്. അവരുടെ ഇരിപ്പിടം ഒന്ന്. ലോകത്തെ ഏതെങ്കിലും ഒരു മഹാ മനുഷ്യ സമ്മേളനത്തിൽ എല്ലാ ആതിഥേയരെയും ഒരുപോലെ പരിഗണിക്കപ്പെടുന്ന, ഒരേ യൂണിഫോമിൽ വരുന്ന, ഒരേ ചടങ്ങുകൾക്ക് സാക്ഷിയാവുന്ന മാനവ ചരിത്രത്തിലെ ഒരു ആവർത്തനം നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല എന്നാണ് അള്ളാഹു പറയുന്നത്. എങ്കിൽ അതൊരു കേവല തീർത്ഥാടനത്തിന്റെ ഭാഗമായി ഉണ്ടായതാണെന്ന് വിശ്വാസികളെ നിങ്ങൾ വിചാരിച്ചു പോകല്ലേ. ആദിവാസിയും വയനാട്ടിന്റെ ഊരകളിൽ നിന്ന് വരുന്ന ആദിവാസിയും ലോകത്തിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന രാഷ്ട്രത്തിന്റെ തലപ്പത്ത് അവൻ സിംഹാസനത്തിലിരിക്കുന്ന രാജാവും അതല്ലെങ്കിൽ പ്രസിഡന്റും അവിടേക്ക് വന്നാൽ ഒരേ പരിഗണനയും, ഒരേ മണ്ണും, ഒരേ വേഷവും, ഒരേ വാക്കുകളും, അങ്ങനെയുള്ള ഒരു മാനവിക സംഗമത്തിന്റെ ചിത്രം ലോകത്തിൽ ആർക്കെങ്കിലും ഇസ്ലാമിനെ കളിയാക്കുന്ന, ഇസ്ലാമിനെ പരിഹസിക്കുന്ന, ഇസ്ലാമിലെ തീവ്രതയും ഇസ്ലാമിലെ കുടുസതയും ഇസ്ലാമിലെ മാനവ അവകാശങ്ങളുടെ ചവിട്ടിമതിക്കലിനെയും കുറിച്ചൊക്കെ ഘോരപ്രകർശനം നടത്തുന്ന ഏതെങ്കിലും ഒരു ചരിത്ര വിദ്യാർത്ഥിക്കോ അന്വേഷകനോ മനുഷ്യരുടെ ദിശനക്ക് മുമ്പിൽ സമർപ്പിക്കാൻ സാധിക്കുമോ? എങ്കിൽ അള്ളാഹു പറയുന്നു, അടുത്ത പ്രത്യേകത നിർഭയത്വം. ഇവിടെ ഒരുപാട് ആളുകൾ അംറക്ക് പോയിട്ടുണ്ടാവുമല്ലോ, ഹജ്ജിന് പോയിട്ടുണ്ടാവുമല്ലോ. സ്വന്തം നാട്ടിൽ നടക്കുന്നതിനേക്കാളും സുരക്ഷിതമായ ഫീലിംഗിലല്ലേ ഒരു അന്യ നാട്ടിൽ പോയതിന്റെ എന്തെങ്കിലും ഒരു ഫീലിംഗ് അനുഭവിക്കുന്ന, ലോകത്തിന്റെ നാനാഭാഗത്ത് ടൂർ പോകുന്ന ആളുകളാണ് നമ്മളിൽ പല ആളുകളും. എവിടെയെങ്കിലും സ്വന്തം നാട്ടിലെ സ്വന്തം വീട്ടുമുറ്റത്ത് കൂടെ നടക്കുന്നതിന്റെ നിർഭയത്വത്തിന്റെ ഇരട്ടി അനുഭവിക്കുന്ന ഭൂമിയിലെ ഒരേ ഒരു സ്ഥലത്ത് ഒരു അന്യ രാജ്യത്ത് വന്ന് കയറിയതാണെന്ന് പോലും ഫീൽ ചെയ്യാത്ത ഒരേ ഒരു ഭൂമിയുടെ കഷ്ടം ഈ പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ അത് എവിടെ ഉള്ളൂ? അത് മക്കത്ത് മദീനത്തേ ഉള്ളൂ. അത് വെറുതെ അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാൽ ഞാൻ അതിനെ അങ്ങനെ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, നിങ്ങൾ ഇബ്രാഹിം പ്രവാചകന്റെ കാൽപാദമേറ്റ നിന്നുമൊക്കെ ആരാധനകൾ അർപ്പിക്കുകയും അവിടെ ആ കഅബ പടുത്തുയർത്തുകയും ചെയ്ത ആ സ്ഥലത്തിൽ നിന്ന് നിങ്ങൾ ഒരു ആരാധന സ്ഥലം സ്വീകരിച്ചു കൊള്ളുവീൻ. അതുകൊണ്ട് ഈ ഒരു കേന്ദ്രത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ വിളിച്ചപ്പോ നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചകൾ പറഞ്ഞ ഖുതുബയുടെ പ്രധാനം നിങ്ങൾ ഹജ്ജ് നേർത്തിയാക്കുക എന്നതാണ്. ഈ ഹജ്ജിലേക്ക് അല്ലാഹു വിളിച്ചത് കേവലം ഒരു ആരാധനയ്ക്ക് വേണ്ടി മാത്രമല്ല. ഫിഹി ആയാത്തുൻ, മറ്റൊരു സ്ഥലത്ത് നേരത്തെ ഞാൻ ഓതിയ ആയത്തിന്റെ ബാക്കി അല്ലാഹു എന്താ പറഞ്ഞത്? എല്ലാ മുക്കുമൂലകളിൽ നിന്ന് നിങ്ങൾ വരണമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞത് ലിയശ്ഹദു മനാഫിഅഹും, അവരുടെ ഉപകാരമായ ഒരുപാട് ഉപകാരപ്രദമുള്ള കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ആ ദൃഷ്ടാന്തം ഒന്ന് കണ്ട്, ആ ദൃഷ്ടാന്തം ഒന്ന് അനുഭവിച്ച്, ആ ദൃഷ്ടാന്തത്തിൽ നിന്ന് വിശ്വാസത്തിന്റെയും കർമ്മത്തിന്റെയും ഊർജ്ജമേറ്റെടുത്തുകൊണ്ട് നീ ജീവിതത്തിന്റെ പച്ചപ്പിലേക്ക് തിരിച്ചു വാ. ഒരു കൊടുങ്കാറ്റിനും പ്രതികൂല സാഹചര്യങ്ങളുടെ ഒരു കൊടുങ്കാറ്റിനും നിന്റെ ഈമാനിനെയോ ഇസ്ലാമിന്റെ ഐഡന്റിറ്റിയെയോ നിന്റെ കർമ്മപദത്തെയോ തകർക്കുവാനോ തളർത്തുവാനോ സാധിക്കുകയില്ലെന്ന വെല്ലുവിളിയൂടിയുണ്ട് ഹജ്ജ് യാത്രയിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ ഈമാനും ഇഖ്ലാസും ഇൽമും മൻഹജു സഹീഹ്
അള്ളാഹുവിന്റെ മാർഗദർശനത്തിന്റെ ശരിയായ പാതയും ഉൾക്കൊണ്ടുകൊണ്ട് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്ത് സുരക്ഷിതമായി തിരിച്ചു വരാൻ അതിന് പുറപ്പെട്ട ആളുകൾക്ക് അള്ളാഹു തൗഫീക്ക് നൽകുകയും അതിന് സാധ്യമായിട്ടില്ലാത്ത ആളുകൾക്ക് ഏറ്റവും അടുത്ത നാളുകളിൽ ആയുസിന്റെ ഏറ്റവും അടുത്ത ഭാഗങ്ങളിൽ അള്ളാഹു അതിനെ അനുവദിക്കുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വളരെ ആഴത്തിലും ബുദ്ധിയുടെ സാന്നിധ്യത്തിലും ചിന്തിച്ചും മനസ്സിലാക്കിയും ഉൾക്കൊണ്ടും മുഅ്മിനും മുത്തഖിയുമായി ജീവിച്ചു മരിക്കാൻ അധ്വാനിക്കണം. അതിലൂടെ സ്വർഗപ്രവേശനത്തിന് യോഗ്യത നേടണം. അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ അനിയന്ത്രിതമായ ജീവിതത്തിന്റെ കൂലംകുത്തി ഒഴുക്കിൽ സുബോധങ്ങൾ ഉണ്ടാവുകയും അലസതകൾ കയറിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുക എന്നത് മനുഷ്യന്റെ ഒരു പ്രകൃതിയാണ്. എല്ലാ സമയത്തും നിങ്ങൾ ഒരേ ഡിഗ്രിയിലുള്ള വിശ്വാസത്തിലും തഖ്വയിലുമായിരുന്നുവെങ്കിൽ നിങ്ങളുടെ കൈകൾ പിടിച്ച് സലാം പറയുന്ന മലായിക്കത്തുകൾ നിങ്ങളുമായി എന്നും സന്ധിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് അസാധ്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മുവസ്സിമുകൾ, സീസണുകൾ അല്ലാഹു നൽകുന്നത്. മനുഷ്യന് കൂടുതൽ അവന്റെ തെറ്റുകളെ കുറിച്ച് ഓർമ്മിക്കാനും ഖേദിച്ചു മടങ്ങാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഉന്മേഷം നേടി സൽക്കർമ്മങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം നേടാനും കഴിഞ്ഞ മിസ്സിങ്ങുകളൊക്കെ കവർ ചെയ്യാനൊക്കെയുള്ള ഒരുപാട് അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത്തരം അവസരങ്ങളിൽ അതിപ്രധാനപ്പെട്ട ഒരുപാട് ദിവസങ്ങളും മാസങ്ങളും ഒക്കെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതിലൊന്നിലൂടെയാണ് നമ്മൾ ഇനി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കടക്കാൻ പോകുന്നത് ദുൽഹിജ്ജ, ഹജ്ജിന്റെ മാസം. അതിലെ ആദ്യത്തെ 10 ദിവസം വളരെ പുണ്യകരമാണ്. ലോക മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഹജ്ജാജികളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, അള്ളാഹു സത്യം ചെയ്യാൻ ഉപയോഗിച്ച 10 ദിവസമാണത്. ആ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, മുസ്ലിം സമുദായത്തെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അഫ്ളലു അയ്യാമിദ് ദുനിയ അയ്യാമുൽ അശ്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏറ്റവും ദുനിയാവിലെ ഏറ്റവും അഫ്ളലായ ദിവസം എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ അത് അയ്യാമുൽ അശ്ർ, ഈ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ ഓതിയ അയ്യാമിൻ മഅലൂമാത്ത്, അവർ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞതിന്റെ തഫ്സീർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഈ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം, ഈ 10 ദിവസത്തെക്കാളും ഏറ്റവും പ്രതിഫലാർഹമായ രീതിയിൽ അമലു സാലിഹാത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം നേടാൻ പറ്റിയ ഒരു ദിവസവും ലോകത്തിലില്ല. അപ്പോൾ ഒരാൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ വലൽ ജിഹാദ്, ജിഹാദ് പോലും അത്ര കൂലിയില്ലേ? അപ്പൊ റസൂൽ ആവർത്തിച്ചു പറഞ്ഞു, വലൽ ജിഹാദ്, ജിഹാദിന് പോലും ഇത്ര വലിയ പ്രതിഫലം നേടാൻ കഴിയാത്ത ദിവസങ്ങളാണ്. ഏത് ജിഹാദ് ഒഴികെ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഇറക്കി പുറപ്പെട്ടു അവന്റെ സമ്പത്തും ശരീരവുമായി. പക്ഷെ സമ്പത്തും അടങ്ങിയില്ല, ശരീരവും അടങ്ങിയില്ലെങ്കിൽ അത് ഇതിനേക്കാളും ഉത്തമമാണ്. അതിനപ്പുറമുള്ളതൊന്നും ഇതിനേക്കാളും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അമലു സാലിഹാത്ത് ചെയ്യുന്നതിനേക്കാളും ഇഷ്ടപ്പെട്ട ഒരു ദിനമില്ല. ആ ഒരു ദിവസമാണ് നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത്. ആ ദിവസങ്ങളിൽ നോമ്പുനോറ്റും ഇബാദത്തുകളിൽ കണിശത പാലിച്ചും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ കണ്ടും അറിഞ്ഞും അതിനെക്കുറിച്ച് ചിന്തിച്ചും ആ ചിന്തയുടെ മുമ്പിൽ വിനയാന്വിതരായി അള്ളാഹുവിന് സമർപ്പിക്കുന്ന പൂർണ്ണ മുസ്ലിമായും ജീവിക്കുന്നത് എങ്ങനെയെന്ന് സ്വന്തത്തെ ശീലിപ്പിക്കാനും കൂടി പറ്റുന്ന ഒരു നല്ല ദിവസങ്ങളാണ് വരുന്നത്. ഇതേപോലെ തന്നെ നാം കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച ബലികർമ്മം, ആ ബലികർമ്മത്തിൽ ആരെങ്കിലും തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും കൂടിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ആരെങ്കിലും ദുൽഹിജ്ജയുടെ ഹിലാൽ കണ്ടാൽ അഥവാ മാസപ്പിറവി കണ്ടാൽ
ഫൽയുംസിക് അൻ ശഅരിഹി വഅദ്ഫാരിഹി. ഇമാം ഈ ബുഖാരി അല്ലാത്ത മറ്റെല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും വന്ന സഹീഹായ ഹദീസാണ്. ആരെങ്കിലും ബലി നൽകാൻ, ബലി അറുക്കാൻ വേണ്ടി നിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ദുൽഹിജ്ജ 1 മാസപ്പിറവി കണ്ടാൽ ദുൽഹിജ്ജ കഴിഞ്ഞ ആ മാസത്തിൽ ബലി അറുക്കുന്നത് വരേക്കും അവർ അവരുടെ മുടിയും നഖവും മുറിക്കാനോ നീക്കാനോ പാടില്ല. അവർ അത് പിടിച്ചു വെക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഏകദേശം വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ദുൽഹിജ്ജ 1 ആവുന്നതിന്റെ സാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ ആ ദിവസത്തിന്റെ മുമ്പ് ആ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുക എന്നത് ആദാബുൽ അദ്ഹിയ, അദ്ഹിയത്തിന്റെ അദബുകളിൽ നിന്ന് ഒന്നാണ്. അത് നാം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ കുറിച്ച് അടിസ്ഥാനപരമായി അള്ളാഹുവിന്റെ പ്രമാണത്തിന്റെ വെളിച്ചത്തിൽ തുറന്നു വെച്ച ബുദ്ധിയുടെ തെളിമയിൽ കേൾക്കാനും അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും അതിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് അമലു സാലിഹാത്ത് ചെയ്ത് അള്ളാഹുവിന്റെ ജീവിതത്തെ സമർപ്പിച്ച് അള്ളാഹു നൽകിയ ആരോഗ്യവും അള്ളാഹു നൽകിയ സമയവും അള്ളാഹു നൽകിയ സമ്പത്തും അള്ളാഹുവിന് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിച്ച് അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രകാരം അവന് സമർപ്പിച്ച് ജീവിച്ച് വിശ്വാസത്തോടുകൂടി ഈമാനോടുകൂടി മരിക്കാൻ സാധിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും കുടുംബങ്ങളെയും എല്ലാ സത്യവിശ്വാസികളെയും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജ